അമ്മ 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 എന്ത് മക്കളെ? അമ്മ റിങ്കില്ലേ അവൾ ഡ്രസ് എടുക്കാൻ പോയി. അവളെ കുറച്ചു മുമ്പ് എന്നെ വിളിച്ച് ഷോർട്ട്സോ ടീഷർട്ടോ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇങ്ങനെ ആലോചിച്ച് പറയുന്ന സമയത്ത് എനക്കൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു കട്ടി. അവൾ അറ്റ്ലീസ്റ്റ് ചോദിച്ചല്ലോ നിന്റെ അടുത്ത്, നീ എനിക്ക് ചോദിക്കോ? ഞാൻ ചോദിക്കൊക്കെ ചെയ്യും. ദുഷ്ടാണമ്മ, അവള് ദുഷ്ട. അങ്ങനത്തെ ഒരുത്തയാണല്ലോ ഞാൻ എന്റെ നെഞ്ചി കയറ്റി വെച്ചത്. അയ്യ പടയിടുന്നു മണിയായി. ഇവളെന്ത് എന്ത് മക്കളെ? എന്റെ ചേച്ചി ഉണ്ടായി, ചാച്ചി. അവള് ശരിയല്ല, അവള് പ്രശ്നമാണ്. എപ്പോഴും ഞാൻ ആലോചിക്കും മണി, ഈ രണ്ടാണ് നമ്മുടെ മക്കള്. എപ്പോഴും തന്നെ തർക്കവും വഴക്കും ആടിയും പിടി. എന്തോന്ന് മക്കളെ ഇത്? എന്തിങ്ങനെ ഇവര്? നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഇതൊരു ഉത്തരം കിട്ടിയില്ലേ? നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങളും നിങ്ങളുടെ അനിയത്തിയും തമ്മിൽ എന്തോന്നാണ് അവസ്ഥ? തമ്മി കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെ. അത് തന്നെ ഇവിടെയും ചെയ്യണത്. രണ്ടുപേരും കൂടി എപ്പ കിട്ടിയാലും അവസരം കിട്ടുമ്പോ അടി ഉണ്ടാക്കും. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ വെറുതെ ഓരോ അടികൾ. ആര് പറഞ്ഞു കാര്യമില്ലെന്ന്? കാര്യമൊക്കെ ഉണ്ട്. എന്താ പ്രശ്നം മോളുടെ? അച്ഛാ അവളില്ലേ എന്തോ ഒരു ബോക്സിംഗിൽ എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രസ് എടുക്കാൻ പോയി. എന്റെ 2000 രൂപ വാങ്ങിച്ചല്ലോ. അച്ഛൻ 2000 രൂപ കൊടുത്താ? അമ്മ പറഞ്ഞ അമ്മ. അവൾ എന്റെ 3000 ചോദിച്ചു, തിരിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2000 കൊടുത്തു. എവിടുന്ന്? അത് തിരിച്ചൊന്നും കിട്ടൂല. അത് തന്നെ. അച്ഛാ എനിക്കും തരുമോ 2000 രൂപ? നിനക്കിപ്പോ ഡ്രസ് എടുക്കാൻ. ഇപ്പൊ അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് ഡ്രസ് എടുക്കാൻ 2000 രൂപ തന്ന എന്തിപ്പം? നിനക്ക് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും. ഇപ്പൊ നിനക്ക് ഇപ്പൊ പ്രത്യേകിച്ച് എന്താണ് വേണ്ട? എവിടെയെങ്കിലും പോണോ? കള്ളക്കരച്ചിലാണെന്ന് ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഇവിടെ. ആടിക്ക് പൊട്ടിച്ചോളാം ഞാൻ. അവള് പറയും എന്നെ മീൻകുട്ടേതാണ് എടുത്തോണ്ട് വന്നതെന്ന്. അത് സത്യം തന്നെ. നിർത്ത്. കൂടുതൽ ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നോർത്ത് ചർച്ച തുടങ്ങും കേട്ടല്ലോ. നിർത്തടി. ദൈവമേ, ആർക്കും ഇങ്ങനത്തെ ഒരു തള്ളേം തന്തേ കൊടുക്കല്ലേ ഈശ്വരാ. എനിക്ക് മാത്രമേ പോയാ പിങ്കി, എന്തടി ഈ സമയത്ത് കിടക്കുന്ന? ചവിട്ടല്ലേ, ഇന്ന് വൈകിട്ട് എനിക്ക് പോവുള്ളതാണ്. പിന്നെ ഇന്ന് ഞാൻ പോകുമ്പോഴേ നീ കണ്ണു വയ്ക്കല്ലേ. പിന്നെ ഈ മിരിങ്ങോക്കോലിനൊക്കെ ആര് കണ്ണു വയ്ക്കണം? നീ ഓടിച്ചൊക്കെ. നീ 2000 രൂപയ്ക്ക് അച്ഛൻ്റെ മേടിച്ചോണ്ടോയി ഡ്രസ് എടുത്തല്ലേ? എടുത്തു. എനിക്കെന്തൊന്നും എടുക്കാത്ത? ആകെ 2000 രൂപ, അതിലെവിടെ നിനക്ക് എടുക്കാനാണ്? എന്തോന്നടി രണ്ടെണ്ണം കൂടി? ഒന്നുമില്ല അമ്മേ, ഈ പെണ്ണില്ലേ വളർന്ന് വലുതായി വരും തോറും അസൂയ കൂടി കൂടി വരികയാണ്. തന്നെടി നിനക്ക്? ഇല്ല അമ്മ, അവള് 2000 രൂപ മേടിച്ചോണ്ട് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വരണ്ടേ അമ്മ? അതിപ്പോ അവക്ക് സാധനം വാങ്ങിച്ചാൽ പോയല്ലേ. അതെന്തോ കഷ്ടത്. മക്കള് കരയണ്ട. ചേച്ചി വരുമ്പോഴേ, വൈകിട്ട് പോയിട്ട് വരുമ്പോഴേ ഒരു കർച്ചീഫ് വാങ്ങിച്ചു. നീ എന്താ തള്ളിയിട്ടത്? തള്ളിയിട്ടത് ദേഷ്യം വന്നു. ദേഷ്യം വന്നാ നീ തള്ളിയിടോ? നിനക്ക് നല്ല അടിയുടെ കുറവാണ്. അമ്മ കണ്ടമ്മ ഇവളെന്നെ അടിച്ചത്. ഇവള് കാണിച്ചു നോക്കാം. നീ എന്തോ നീ എന്നെ ഓടിച്ചോ? നീ ഓടിച്ചോ? നീ എന്നെ അമ്മ മാറ്. അമ്മ മാറ്. അമ്മ ഈ വീട്ടു സാധനത്തിന്റെ ഇടയിൽ കയറരുത്. അമ്മ അടി അടി ഓടി. മണി മണി എന്ത് എന്ത് പറ്റി? കൂടെ അടി. നിന്റെ വിളിയാട്ടപ്പോ ഞാൻ വിളിയാട്ടെ പേടിച്ചു പോയി. എടി നിനക്ക് പിടിച്ചുകൂടായിരുന്ന? 2 പറ്റിക്കായിരുന്നല്ലോ. ഓ, എന്തൊരു വിളി കിടന്ന് വിളിച്ചത്? എന്റെ വീട്ടിൽ എനിക്ക് സൗകര്യമുള്ള രീതിയിൽ വിളിക്കും. എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം ഉടനെ മറുപടി ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പഞ്ച വെച്ചടക്കി നിൽക്കാം. പിള്ളേരാണെങ്കിൽ ഓടിക്കളഞ്ഞു, കിട്ടത്തുമില്ല.
നോക്കണം ചെറിഞ്ഞ് വന്ന് ആ പിള്ളേർക്കുണ്ടല്ലോ പുലിയുടെ കുടുംബത്തിലെ സ്വഭാവമാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ എല്ലാ ദൂഷ്യങ്ങളും ഉണ്ട്. എന്ത് എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പറയാൻ രാവിലെ മുതൽ നീ പ്രശ്നമാണല്ലോ. നിനക്കെന്താ പ്രശ്നം? ആര് കൂടാവേ? അടന്ന് വീട് 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 ഉണ്ട്. നിനക്കെന്താ അവളത്തെ പ്രശ്നത്തെ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിരുന്ന ഡ്രസ്സൊക്കെ തറയെ തടയിട്ട്. നിനക്ക് പൈസ നിനക്ക് മിണ്ടാതെ പോയി വാങ്ങിച്ചിട്ട് വന്നില്ല. പിന്നെ അവളെ നീ ഫോൺ ചെയ്ത് എന്തിനാണ്? അതല്ലേ പ്രശ്നം. അവള് രാവിലെ മുതൽ പ്രശ്നമാണ് ഇവിടെ, അറിയോ? ഓ എന്റെ കൈ കിട്ടും. അവളെ അല്ല, നിന്നെയാണ് കൈ കിട്ടേണ്ടത്. വിജയ സാരദേ സാധു വിജനൊന്നു പറയുന്നു. വിജയ സാരദേ സാധു വിജനൊന്നു പറയുന്നു. സുജന സംഗമമേ. കഷ്ടം ഇതൊന്നു മോളെ, ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കല്ലേ? റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നു കേട്ടോ. എന്റെ ടെൻഷൻ ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. നിനക്ക് എന്ത് പ്രശ്നം? അച്ഛന്റെ ബാങ്കിലെ ഫംഗ്ഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കായിരുന്നു കഥകളി സംഗീതം. അച്ഛൻ ഇവിടെ കഥകളി, മോൾക്ക് ഇവിടെ മലയാളി മങ്കി. നിനക്ക് എന്താ പ്രശ്നം? ഞാൻ എന്തൊക്കെ കാണണോ, എന്തുമാത്രം ഷോ എന്നറിയാവോ അവിടെ? ആര്? റിങ്കി. എന്താണ് പ്രശ്നം? തെളിച്ചു പറ. അവളിവിടെ ഒരുമാതിരി ഭയങ്കര ഷോ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്നിട്ട് ഇതുവരെ ഇല്ലാത്ത, അവൾ ഇതുവരെ ഡ്രസ്സ് മേടിക്കാത്തൊക്കെ ഷോ. എന്തൊക്കെ സഹിക്കണം. എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല അമ്മ. അവൾക്ക് ഒരു സ്നേഹവും ഇല്ല. അതെന്താ അങ്ങനെ തോന്നിയേ? എന്റെ അമ്മ ഒരു ഫംഗ്ഷന് പോകുന്നെങ്കിൽ തന്നെ അവൾ എന്നെ കൊണ്ട് പോത്തില്ല. അതെന്താ അറിഞ്ഞൂടെ? എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ട്. അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം. അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ജിമ്മിലൊക്കെ പോയി സ്ലിം ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ അവളുടെ ഫ്രണ്ട്സ് ചോദിക്കും, നീ ഇത്രയും ട്രെയിനറും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തുകൊണ്ട് നിന്റെ അനിയത്തി നീ ട്രെയിൻ ചെയ്ത് വണ്ണം ഒന്നും കുറപ്പിക്കുന്നില്ല എന്ന് ചോദിക്കും. ആ നാണക്കേട് പേടിച്ച് അവൾ എന്നെ കൊണ്ടുപോകും. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ അവള് ചുമ്മാ നിന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറയണതാണ്. അതൊന്നും അല്ല അച്ഛാ. അതേടി, നിനക്ക് തോന്നണാണ്. നിങ്ങൾ തമ്മിൽ എന്ത് ഇങ്ങനെ ഒരു സ്നേഹവും ഇല്ലാതെ കീരിയും പാമ്പും പോലെ? പണ്ട് ഞാനും മണിക്കുട്ടൻ ചേട്ടനും ഒക്കെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കും. അപ്പൊ എപ്പോഴോ ദേഷ്യം വന്നപ്പോ ഞാൻ പോടാ കൊരങ്ങാന്ന് വിളിച്ചു. അന്ന് അമ്മ എന്നെ കുറെ തല്ലിയേ. അന്ന് രാത്രി മണിക്കുട്ടൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ല, കരഞ്ഞോണ്ട് കിടക്കുകയായിരുന്നു. അതാണ് സ്നേഹം. ഇതുപോലെയാണ് ഞാനും ചിന്നും. സ്നേഹത്തിലാണ് കഴിഞ്ഞത്. ഇവിടെ എപ്പോഴും നിങ്ങൾ അടിയും പിടിയല്ലേ മോളെ? എന്താണ് ഇതിങ്ങനെ? ഞാൻ എന്തോ ചെയ്യാം അവൾക്ക് സ്നേഹമില്ലാത്തതിന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഞാൻ ഒരു നമ്പറൊക്കെ ഇവിടെ ഇറക്കും. നിങ്ങൾ എന്റെ കൂടെ നിക്കണം. എന്തോന്നാണ് കാര്യം എന്ന് മനസ്സിലാവാതെ നിന്റെ കൂടെ നിൽക്കൂല. എന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് വന്നാലേ ഞാൻ പറയത്തുള്ളൂ എന്ത് കാര്യമൊന്ന്. എന്താ സംഭവം എന്ന് പറ മക്കളെ. എന്താണ് കാര്യം? ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നിൽക്കുമല്ല? എന്താണ് കാര്യം? അച്ഛാ, അവൾ എന്തായാലും ഫംഗ്ഷന് പോകുന്നതിന് മുമ്പായിട്ട് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഷോയും പരിപാടിയൊക്കെ നടത്തുമല്ലോ. അപ്പൊ ആ ഡ്രസ്സ് കൊള്ളൂല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെ പറയാൻ പറ്റും? അതൊന്നും നടക്കൂല. എന്തോ അമ്മ ഇങ്ങനെ പറയണതിന് മുമ്പ് കാല് മാറിയല്ല അച്ഛാ. മോളെ, അവൾ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കൊള്ളൂല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും കൊള്ളൂല. ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. ആദ്യം അവൾ ഇട്ടുകൊണ്ട് വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക്. ഇട്ടുകൊണ്ട് വന്നാലും കൊള്ളൂലെന്ന് പറയാനേ പറ്റുള്ളൂ. അവളെ സെലക്ഷൻ ആണല്ലോ. ചുമ്മാ പറയൂല. എന്തായാലും എന്റെ കൂടെ നിക്കണം. അച്ഛൻ നിക്കണം, അമ്മ നിന്നില്ലെങ്കിൽ. ഉറപ്പായിട്ടും നിൽക്കും. പിന്നെ എന്റെ മോളോട് ഞാൻ ഉണ്ടാവും. അച്ഛന്റെ പാട്ട് തുടരാൻ. മണി, നീ റെക്കോർഡ് ചെയ്യും. ഫിംഗർ. ഓ, ആ സമയത്ത് അവള് കയറി വന്നു. ഇരിക്കട്ടെ. മാമനും അപ്പച്ചി എവിടെ പോയേ? അതൊക്കെ ഒരു ചെറിയ പനി അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ ആശുപത്രി കാണിച്ചിട്ട് വരികടി. നിന്റെ അച്ഛനെ കുറെ തവണ അവള് വിളിച്ചു, അങ്ങനെ തിരിഞ്ഞു നോക്കിയില്ല. തിരക്കാന്ന് മക്കളെ. അല്ലല്ലോ, അച്ഛൻ എപ്പോഴും തിരക്കായിരുന്നു. ഒരു സ്നേഹവും ഇല്ല. മൂത്ത മോളടുത്ത് മാത്രമേ ഉള്ളൂ സ്നേഹം. അങ്ങനെ എന്നാലും അത് വലിയ കഷ്ടമായി പോയി. മാമ വല്ല അറിഞ്ഞ? ഒന്നും അറിഞ്ഞില്ല മാമ. അച്ഛൻ്റെ 2000 രൂപ മേടിച്ചിട്ടേ ചേച്ചി ഡ്രസ് എടുക്കാൻ പോയി. എന്നിട്ട് എനിക്ക് ഒന്നും മേടിച്ചോണ്ട് വന്നില്ല. അയ്യോടി. എന്നിട്ട് ഞാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി പൈസ ചോദിച്ചപ്പം തന്നുമില്ല. അയ്യോടി.
ദുഷ്ടനച്ഛൻ. എന്നാലും എന്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? സാരമില്ല. മാമാ അപ്പച്ചി ഇത് എപ്പ എത്തി? ഇപ്പൊ വന്നേ ഉള്ളടാ. ആണോ? എങ്ങനെയുണ്ട് എന്റെ ഈ ഡ്രസ്? കൊള്ളാലോ, അടിപൊളി, സൂപ്പർ. സൂപ്പർ അല്ലേ? എത്ര രൂപയാടി ഇത്? രൂപയൊന്നും ഞാൻ പറയൂല. ഇത് എന്തുവാ ഇപ്പൊ, എന്തിനാ വാങ്ങിയേ? ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്താ ഫംഗ്ഷൻ? മലയാളി മങ്ക. മലയാളി മങ്ക മലയാളി മങ്ക. മാമ, മലയാളി മങ്ക ഫംഗ്ഷൻ എന്തോന്ന് അറിയാവൂ? കേരള തനിമയുള്ള ഡ്രസ് ഇട്ടോണ്ട് വേണം അതിന് പോവാൻ. ഇത് എന്തോന്നിത്? ആണല്ലോ, നീ എന്തിനാ ഇത് വാങ്ങിച്ച? ഇതെന്തോന്ന് മലയാളി മങ്ക? ഇത് കൈയൊന്നും വയ്ക്കാൻ മറന്നു. അതെ 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 അതെ. നീ നിനക്ക് സെറ്റ് സാരി വേണമെങ്കിൽ എന്റെ വീട്ടിൽ വരാൻ പാടില്ലേ? പിന്നെ? അവിടെ നിറയുണ്ട്. അല്ല, അത് മാത്രമല്ല, ഈ കൊടുത്ത കാശ് അവക്ക് കൊടുത്തായിരുന്നെങ്കിലോ. എനിക്കാണെങ്കിൽ പൈസക്കൊക്കെ ഭയങ്കര ആവശ്യം. ഇടി മോളെ, അതായത് നമ്മുടെ കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജില്ലയ്ക്കൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ സ്റ്റേറ്റിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ലോകത്തിനൊരു പാരമ്പര്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യാവും. പറഞ്ഞ മനസ്സിലായോ? ഈ മലയാളി തനിമയുള്ള ഒരു ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് മുല്ലപ്പൂ മാലയൊക്കെ ചൂടി അങ്ങനെ വരുന്നതിനകത്താണ് ഒരു മലയാളി. ഇതാണടി പുതിയതായിട്ട് വാങ്ങിച്ചു കൊടുപ്പ്. എടി മലയാളി മങ്ക സെറ്റ് സാരിയും കേരള സാരിയും കൊടുക്കണം നിർബന്ധമുണ്ടോ? അതിപ്പോ എന്താ പറയാ, ഇപ്പോഴത്തെ മോഡേൺ പിള്ളേർ അവരുടെ രീതി അനുസരിച്ച് വേഷമൊക്കെ കിട്ടും. പക്ഷെ മലയാളിയാണോ എന്ന് അവർ മനസ്സുകൊണ്ട് തെളിയിച്ചാൽ മതി. ഏയ് അതുപോലെ മകളെ അല്ലേ? ഇതാണോടി, ഇതാണോ മലയാളി മങ്ക? ഇതൊരുമാതിരി മലയാളി മങ്കി. പങ്കം, നീ ആ കുടുംബശ്രീയിലോട്ട് വാ. ഇന്നലെ സുമതിയൊക്കെ ഒരുങ്ങി വന്നു. എന്റെ പൊന്നേ, മുല്ലപ്പൂവൊക്കെ വെച്ച് എന്തൊരു ഭംഗിയായിരുന്നു. ഇത് ഇവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? അയ്യം. ഇടി മലയാളി മങ്ക കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാണോ സെറ്റ് കൊണ്ടും മറ്റേ മുല്ലപ്പൂവും വട്ടപ്പൊട്ടൊക്കെ ചൂടി ഇറങ്ങി. ഇതാകുമ്പോ വെറൈറ്റി ആവില്ലേ? ക്ലീഷ സ്റ്റൈലിൽ എന്തിനാ പോണത്? എന്റെ മലയാളി മങ്ക ഇതല്ലേ? എനിക്ക് അത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇതൊരുമാതിരി എനിക്ക് വയ്യ. ശരിയല്ല, പൈസയും കളഞ്ഞ്. ശരിയല്ല മകളെ. ചിന്നു, നീ എങ്ങനെ വന്നു? ആകെ ആള് അച്ഛാ, എന്ത് മക്കളെ? എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്? ഇപ്പൊ വാങ്ങിച്ചാണോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാല്ലേ? നിനക്ക് പിന്നെ ഏത് ഡ്രസ് ഇട്ടാലും ചേരുമല്ലോ, നന്നായിട്ടുണ്ട്. കൊള്ളാം. നല്ല അച്ഛനും അമ്മയും. അല്ല എന്താ പറയാ, അച്ഛനും അമ്മയല്ലേ മക്കളെ സപ്പോർട്ട് ചെയ്യണ്ടേ എങ്ങനെ വന്നാലും. അല്ല, എന്ത് പറ്റി ഇപ്പൊ? കൊള്ളൂല. ആര് പറഞ്ഞു? ഇടി എത്ര രൂപയായി ഇതിന്? എത്ര രൂപയെന്ന് പറയടി. ഞാൻ നേരത്തെ ചോദിച്ചല്ലേ എൻ്റെ അടുത്ത്, എത്ര രൂപയത് പറ. പറയണില്ല. പൈസ തികഞ്ഞാ? 2000 തന്നു, പിന്നെ 1000 നിന്റെ ഉണ്ടെന്ന് പറഞ്ഞു. തികഞ്ഞാ? 5000 രൂപയായി. എന്റെ പൊന്നേ, ഈ ഉടുപ്പിനാ? ഇതുകൊണ്ട് കൈയില്ലാതെ കാലുണ്ടാ? യോ, കാല് പകുതി. അത് മാത്രമല്ല, ടേബിൾ മാറ്റിന്റെ ഒരു പാറ്റേൺ. ടേബിൾ മാറ്റിന്റെ പാറ്റേൺ ഇതൊക്കെ ഇപ്പോഴത്തെ മോഡലുകളാണ്. ഡി ഉടുപ്പിന് മാത്രം പാന്റിനും കൂടെ ചേർത്താ? രണ്ടും കൂടി ചേർത്ത്. അത് സ്വാഭാവികം. പിന്നെ? ജീൻസിനൊക്കെ നല്ല വിലയുണ്ട്. സ്വാഭാവികതയല്ലേ നിങ്ങളെ? ബ്രാൻഡഡ് ജീൻസിനൊക്കെ നല്ല വില വരും. ആ എല്ലാരും കൂടെ എന്റെ കൊച്ചിനെ അങ്ങോട്ട് വിഷമിപ്പിക്കണം. ബ്രാൻഡഡ് ജീൻസാ. അവള് ഏതോ മറ്റേ റോഡ് എന്തായാലും അവൾക്ക് സൈഡിൽ ചേരുന്നുണ്ട്. കീറിയൊക്കെ ഇരിക്കുന്നു. അതിപ്പോഴത്തെ സ്റ്റൈലാണ്. ഇതാണാടി. വേണ്ട പോ. അല്ല മോളി, നീ വന്നേ. ഈ മോളെ, ഇന്നിനിയിപ്പൊ പോയി ഈ ഡ്രസ്സ് മാറ്റി മറ്റേ ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാൻ സമയമില്ല. നമുക്ക് അടുത്ത വർഷം പങ്കെടുക്കാം. ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത വർഷം ഭംഗിയായിട്ട് പങ്കെടുക്കാം. അയ്യോ അമ്മ, അച്ഛാ. മക്കളെ വിഷമിക്കാതെ. കുഴപ്പമില്ല. അല്ല റിങ്കി, മോളെ കരയണ്ട. മോളെ മതി മതി മതി. മോളെ മതിയാ? എന്റെ കൊച്ചിനെല്ലാം കൂടെ പറഞ്ഞ് പോകാതാക്കി കരയിപ്പിച്ച് കണ്ട. എന്റെ അലിയ, ഈ പുലിനട കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ട്, ഒരു വില്ലേജിനൊരു പാരമ്പര്യമുണ്ട്, താലൂക്കിന് പാരമ്പര്യമുണ്ട്, ജില്ലയ്ക്ക് പാരമ്പര്യമുണ്ട്, സംസ്ഥാനത്തിന് പാരമ്പര്യമുണ്ട്. ഇതൊരിക്കൽ പറഞ്ഞല്ലേ അണ്ണ, ഇപ്പൊ തലവേദനയേ ഉള്ളൂ. തലപ്രാന്തൂടെ എടുക്കല്ലേ. ടോട്ടൽ ഫാമിലിക്ക് വട്ടാണ്. വേണ്ട നിൽക്കുന്ന ഒരു കിറുക്കി. അയ്യോ ശരി, അത് പറഞ്ഞു വരുമ്പോ നിങ്ങളെ ഞാൻ എന്റെ ഇവിടെ വച്ചിരിക്കുന്നത് താഴോട്ടിറങ്ങി വിടല്ലേ. മതി, പറഞ്ഞവരെ മനസ്സിലായി. ഒരിക്കൽ പറഞ്ഞ വീണ്ടും പറയണ്ട. എടി പെങ്ങളെ, സത്യം പറഞ്ഞാല് ഈ രണ്ട് പെങ്കൊച്ചുങ്ങളെ വഷളാക്കുന്ന ഈ പുളും താനെ. അല്ല, ചുമ്മാതെ 5000 രൂപ എടുത്ത് കൊടുത്ത് ഈ പന്ന ഡ്രസ്സ് വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? 5000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാലരാവരത്ത് ചെന്ന് കഴിഞ്ഞാല് 10 സാരി കിട്ടും. പിന്നല്ലാതെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡ്രസ്സല്ലേ വാങ്ങിക്കുന്നത്. അവൾക്ക് യോജിച്ച ഡ്രസ്സുകളെ അവൾ വാങ്ങിക്കാറുള്ളൂ. നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളുള്ളത് ഇട്ടോണ്ട് പോട്ടു. സങ്കടപ്പെട്ട് അവളെ എല്ലാരും കൂടെ പോകാതാക്കിച്ചല്ലോ. എന്നാ പിന്നെ പോന്ന. ശരി, നീ എവിടെ പോണ്? ഊട്ടി പോണ്. നീ എവിടെ പോണിപ്പോ? ഞാൻ ഊട്ടി പോണ്. അളിയ, അവൾക്ക് കുറെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് യൂറിൻ,
പിന്നെ എന്തുവാടി കൊളസ്ട്രോള് എല്ലാം ആ, അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവൾക്കെന്ത് പറ്റി? ഫോൺ കണ്ട എത്ര കോൾ എത്ര മെസ്സേജ്. അല്ലെങ്കിലും എനിക്കൊരു അസുഖം വന്നാലേ നിങ്ങൾ ഇല്ല. വാ, ഞാൻ ആശുപത്രി കൊണ്ടുപോകാം. വണ്ടി പോവാ. വേണ്ട, ആ പാട്ട വണ്ടിയിലല്ലേ അത് ഞാൻ കേറൂല. ഇപ്പൊ എനിക്ക് തലവേദനയേ ഉള്ളൂ. നടുവോടോടി എന്റെ മാറ്റത്തും ഇല്ല വണ്ടി. വാ, നമുക്ക് പോകാം. അങ്ങോട്ട് നോക്കുമ്പോ മോളോട് നോക്ക്. അയ്യോ മാമാ, അച്ഛാ, അപ്പച്ചി, അമ്മേ, അസൂയക്കാരി. ഞാൻ ചുമ്മാ നിങ്ങളെ പറ്റിച്ചതല്ലേ. ഇപ്പൊ ശരിക്കും ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറ. അടിപൊളിയടി. സൂപ്പറായടി. നീ പോയി 1ാം സമ്മാനം വാങ്ങിച്ചോണ്ട് വന്നാൽ നമ്മുടെ പുലിനട കുടുംബത്തിന് അതൊരു അഭിമാനമായിരിക്കും, നമ്മുടെ വില്ലേജിനൊരു അഭിമാനമായിരിക്കും, നമ്മുടെ താലൂക്കിനൊരു അഭിമാനമായിരിക്കും, നമ്മുടെ ജില്ലക്കൊരു അഭിമാനമായിരിക്കും. രണ്ടെണ്ണൂടെ പറയാനുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാനമായിരിക്കും, നമ്മുടെ ലോകത്തിന്റെ ഒരു അഭിമാനം. ഇതെന്തോന്ന്? ഇവിടെ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ ഉടനെ പുലിനട കുടുംബത്തിന്റെ ഭംഗി. അഥവാ കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് അച്ഛന്റെ കുറ്റം. അത് ഉള്ള കാര്യമല്ലോ അളിയ. അല്ല ഡി, നീ പാവം കൊച്ചു. ചിരിയടി, ചിരിയടി, ചിരിക്കാനേ പറഞ്ഞേ. ഇവിടെ നോക്കിയേ, 10 രൂപ. 10,000. സൂപ്പർ സാരി. കൊള്ളാം.